പൊടി പൊടിക്കുകയാണ് കൊച്ചിയിലെ വിഷുമാറ്റച്ചന്ത. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള വീട്ടു സാധനങ്ങൾ ചന്തയിലുണ്ട്. സാധനങ്ങൾ വാങ്ങാനും കാഴ്ചകൾ കാണാനും കുടുംബത്തോടൊപ്പം നിരവധി ആളുകളാണ് ചന്തയിലേക്ക് എത്തുന്നത്. പതിറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട് കൊച്ചിയിലെ മാറ്റച്ചന്തയ്ക്ക്. വിഷു തലേന്നുള്ള 2 ദിവസമാണ് മാറ്റച്ചന്ത നടക്കുന്നത്. വിഷുക്കാലമായാൽ കൊച്ചിക്കാർ കൈവിടാതെ പിന്തുടരുന്ന ആഘോഷമെന്ന് പറയാം. മാറ്റച്ചന്ത ആരംഭിക്കുന്നത് നാണയ കൈമാറ്റം നിലവിൽ വരുന്നതിന് മുമ്പുണ്ടായിരുന്ന ബാർട്ടർ സമ്പ്രദായത്തിലാണ്. കൊച്ചി രാജാവിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന പാലിയത്തച്ഛന്മാരാണ് ചേന്ദമംഗലത്ത് മാറ്റച്ചന്തയ്ക്ക് തുടക്കം കുറിച്ചത്. ആദ്യ ദിവസത്തെ മാറ്റത്തെ ചെറിയ മാറ്റമെന്നും വിഷുത്തലേന്നുള്ള മാറ്റത്തെ വലിയ മാറ്റമെന്നും പറയുന്നു. അതൊക്കെ പണ്ടത്തെ കാലം. ഇന്ന് ആവശ്യ സാധനങ്ങൾ കയ്യിലെ പണം മുടക്കിയാണ് ഓരോരുത്തരും വാങ്ങിക്കൂട്ടുന്നത്. പണ്ടൊക്കെ ആണെങ്കിൽ 2 ദിവസമായിരുന്നു മാറ്റം. അന്ന് ചക്ക, മാങ്ങ, കുമ്മട്ടിക്ക, മാമ്പഴം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരാം. പിന്നെ ഇതുപോലെയുള്ള സാധനങ്ങളൊന്നും അധികം ഉണ്ടാവാറില്ല. ഇപ്പോൾ ഒരാഴ്ചയൊക്കെ ഇല്ലേ, ഇപ്പൊക്കത്തിനും മാറ്റം വന്നു, മാറ്റത്തിനും മാറ്റം വന്നു. മാറ്റച്ചന്തയുടെ പ്രധാന ആകർഷണമാണ് മകുടമെന്ന കളിപ്പാട്ടം. ചിരട്ടയും മൃഗങ്ങളുടെ തോലും ഉപയോഗിച്ച് പ്രകൃതിദത്തമായി നിർമ്മിക്കുന്ന മകുടം മാറ്റുചന്തയിലെ മാത്രം സവിശേഷപ്പെട്ട ഉൽപ്പന്നമാണ്. പശുവിൻ്റെ മാടിൻ്റെയൊക്കെ തോലുകൊണ്ട് ഉണ്ടാക്കുന്ന, ചിരട്ട കൊണ്ട് ഉണ്ടാക്കുന്ന പ്രത്യേകതരം ഒരു വാദ്യോപകരണമാണ് മകുടം. അത് ഈ ചന്തയിൽ മാത്രമാണ് ലഭ്യമാക്കുന്നത്. ചേന്ദമംഗലത്തിൻ്റെ ഒരു ബ്രാൻഡാണ്. നേരത്തെ ചേക്കുട്ടിയാണെങ്കിൽ മകുടം സ്ഥിരമായിട്ട് വരുന്നത്. ചേക്കുട്ടി ഒരു പ്രളയത്തിൻ്റെ പ്രതീകമാണെങ്കിൽ ഇത് മാറ്റച്ചന്തയുടെ പ്രതീകമാണ് ഈ മകുടം. മൺകലങ്ങളും കൈത്തറി ഉൽപ്പന്നങ്ങളും നിത്യോപയോഗ സാധനങ്ങളുമെല്ലാമായി കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമായി നിരവധി കച്ചവടക്കാരാണ് ഈ ദിവസങ്ങളിൽ ഇവിടെ എത്തിച്ചേരുന്നത്. അമൃത ന്യൂസ്, കൊച്ചി.